എണ്ണശേഖരമുള്ള രാജ്യങ്ങളിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണ്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർക്ക് ദ്വീപ് പിടിച്ചെടുക്കും എന്നും ഇറാനിലെ എണ്ണ കൈക്കലാക്കുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് സൂചന നൽകിയിരുന്നു. വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും പിടികൂടിയതിനു ശേഷം എണ്ണ അടക്കം അവിടുത്തെ വിഭവങ്ങളുടെ താൽക്കാലിക നിയന്ത്രണം തങ്ങൾക്കാണെന്ന് ട്രംപ് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. കൂടാതെ ഇറാന് ശേഷം തന്റെ അടുത്ത ലക്ഷ്യം ക്യൂബയാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇറാനെതിരായ യുദ്ധത്തിന് പിന്നാലെ കരീബിയൻ ദ്വീപായ ക്യൂബയിൽ US ഊർജ്ജ ഉപരോധം ഏർപ്പെടുത്തി. ക്യൂബയുടെ പ്രധാന എണ്ണ വിതരണക്കാരായ വെനസ്വേലയുടെ മുൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയതിനെ തുടർന്നാണ് US ഊർജ്ജ ഉപരോധം ഏർപ്പെടുത്തിയത്. അടുത്തതായി മെക്സിക്കൻ ഉൾക്കടലിൽ എണ്ണ വാതക ഖനനം വികസിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ട്രംപ്. US, മെക്സിക്കോ, ക്യൂബ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന വലിയ സമുദ്ര തടമാണ് മെക്സിക്കൻ ഉൾക്കടൽ. വൻതോതിലുള്ള എണ്ണ ശേഖരമാണ് മെക്സിക്കൻ ഉൾക്കടലിലുള്ളത്. 1947 2017 ഇടയിൽ 52 ബില്യൺ ബാരൽ എണ്ണയാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചത്. അമേരിക്കൻ ഊർജ്ജ വിതരണത്തിന്റെ പ്രധാന ഉറവിടമായും ഇത് പ്രവർത്തിക്കുന്നു. മൊത്തം US ക്രൂഡ് ഉൽപ്പാദനത്തിന്റെ 15% ഇവിടെ നിന്നാണ്. ഈ മേഖലയിൽ 7 ബില്യൺ ബാരലധികം എണ്ണയ്ക്ക് തുല്യമായി കരുതൽ ശേഖരമുണ്ട്. ഇതിന്റെ 80% അധികവും ആഴക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ മെക്സിക്കൻ ഉൾക്കടലിൽ എണ്ണ വാതക ഖനനം വികസിപ്പിക്കാനുള്ള ട്രംപിന്റെ മോഹങ്ങൾക്ക് തടസ്സം കുറിക്കുന്നത് കുറച്ച് തിമിംഗലങ്ങളാണ്. മെക്സിക്കൻ ഉൾക്കടലിൽ മാത്രം കാണപ്പെടുന്ന ലോകത്തിലെ അപൂർവ ഇനം തിമിംഗലങ്ങളായ റൈസ് തിമിംഗലങ്ങൾ, അതായത് ഗൾഫ് ഓഫ് മെക്സിക്കോ തിമിംഗലമാണ് ഇതിന് തടസ്സം സൃഷ്ടിച്ച പോരാളികൾ. ഖനനം വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ സസ്തനിയെ വംശനാശത്തിലേക്ക് തള്ളിവിടുമെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. മെക്സിക്കൻ ഉൾക്കടലിൽ വർഷം മുഴുവനും ജീവിക്കുന്ന ഒരേയൊരു തിമിംഗലം ഇനമാണ് ഇത്. 50-ൽ താഴെ മാത്രമാണ് തിമിംഗലങ്ങൾ ഇവിടെ അവശേഷിക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. 2021 ഒരു പ്രത്യേക ഇനമായി അംഗീകരിക്കപ്പെട്ട റൈസ് തിമിംഗലം ഗൾഫിന്റെ വടക്കുകിഴക്കൻ ഭാഗത്തുള്ള ഇടുങ്ങിയ പ്രദേശത്ത് 100 മുതൽ 400 മീറ്റർ വരെ ആഴത്തിലുള്ള വെള്ളത്തിലാണ് കാണപ്പെടുന്നത്. പകൽ സമയത്ത് ഭക്ഷണത്തിനായി കൊഴുപ്പുള്ള മത്സ്യങ്ങളെ തേടി താഴ്ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന ഇവർ രാത്രിയിൽ ഉപരിതലത്തോട് ചേർന്ന് വിശ്രമിക്കുന്നു. പ്രത്യേക തരം ഭക്ഷണം മാത്രം കഴിക്കുന്നതിനാൽ ഇതു തേടി തിമിംഗലങ്ങൾ ആഴങ്ങളിൽ മുങ്ങുന്നു. ഉൾക്കടലിലെ കൂടുതൽ ഖനനവും മറ്റു മാറ്റങ്ങളും ഇവയുടെ ഇര തേടലിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. രാത്രിയിൽ കപ്പലുകളുമായി കൂട്ടിയിടിച്ചാൽ അവയ്ക്ക് അപകടം സാധ്യത ഉണ്ടെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. തിമിംഗലങ്ങളുടെ തീറ്റ തേടൽ സ്വഭാവത്തെയും ശബ്ദം തടസ്സപ്പെടുത്താം. എണ്ണ, വാതകം ഉൾപ്പെടെയുള്ള ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ആഗോളതാപനം വർദ്ധിക്കുന്നത് അവയുടെ ഇര മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കാമെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. ഖനനം വർദ്ധിപ്പിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം റൈസ് തിമിംഗലങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ആശങ്ക ഉയർത്തുന്നത്. ഇറാൻ യുദ്ധം ഊർജ്ജവില കുത്തനെ ഉയർത്തിയതോടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സമീപിച്ചിരിക്കുകയാണ്. ഈ നിയമപ്രകാരം സംരക്ഷിത പട്ടികയിൽ ഉൾപ്പെട്ട ജീവികളെ ഉപദ്രവിക്കുന്നതോ കൊല്ലുന്നതോ നിയമവിരുദ്ധമാണ്. റൈസ് തിമിംഗലങ്ങളെ കുറിച്ചാണ് US പ്രതിരോധ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പ്രത്യേക പരാമർശം ഉള്ളത്. വംശനാശത്തിലേക്ക് നയിച്ചേക്കാവുന്ന പദ്ധതികളെ ഫെഡറൽ വന്യജീവി നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള അധികാരം നൽകുന്ന ഗോഡ് സ്ക്വാഡ് എന്ന വിളിപ്പേരുള്ള ഒരു ഉന്നതതല ഫെഡറൽ പാനലായ കമ്മിറ്റിയെ US ആഭ്യന്തര സെക്രട്ടറി ഡഗ് ബർഗം സമീപിച്ചിരിക്കുകയാണ്. തിമിംഗലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നിർണായകമായ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഏകദേശം 1.27 ബില്യൺ ഏക്കർ US ഫെഡറൽ ജലാശയങ്ങൾ ഓഫ്ഷോർ ഡ്രില്ലിംഗിനായി തുറന്നു കൊടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എന്നാൽ ആവശ്യമുന്നയിച്ചുള്ള ഇമെയിലിന് വകുപ്പ് മറുപടി നൽകിയിട്ടില്ല. കമ്മിറ്റി എപ്പോഴെങ്കിലും ഇളവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്നതും ചോദ്യമാണ്. കമ്മിറ്റി 2 തവണ മാത്രമേ ഇളവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളൂ. ആദ്യത്തേത് ഹോപ്പിംഗ് ട്രെയിനുകളുടെ നിർണായക ആവാസ കേന്ദ്രമായി കണക്കാക്കിയ പ്ലാറ്റ് നദിയുടെ ഒരു ഭാഗത്ത് ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നതിനായിരുന്നു. എന്നിരുന്നാലും ചർച്ച ചെയ്ത ഒരു ഒത്തുതീർപ്പ് കാര്യമായ സംരക്ഷണം തേടി. അത് മൊത്തത്തിലുള്ള ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് കാരണമായി. രണ്ടാമത്തേത് വടക്കൻ പുള്ളിമൂങ്ങകളുടെ ആവാസ വ്യവസ്ഥയിൽ മരം മുറിക്കുന്നതിനായിരുന്നു. എന്നാൽ കമ്മിറ്റിയുടെ തീരുമാനം രാഷ്ട്രീയമാണെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ ലംഘിക്കുന്നത് ആണെന്നും വാദിച്ച് പരിസ്ഥിതി ഗ്രൂപ്പുകൾ കേസ് എടുത്തതിനെ തുടർന്ന് അഭ്യർത്ഥന പിൻവലിച്ചു. എന്തിനാണ് ഈ പദ്ധതി? ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ പ്രകൃതിവാതക ഉൽപാദനക്ഷമതയുള്ള മേഖലകളിൽ ഒന്നായതിനാലാണ് മെക്സിക്കോ ഉൾക്കടലിൽ ഖനനം നടത്തുന്നത്.
നിലവിൽ അമേരിക്കയുടെ മൊത്തം അസംസ്കൃത എണ്ണ ഉൽപ്പാദനത്തിന്റെ 15% ഇവിടെ നിന്നാണ്. ഫെഡറൽ നയം പ്രത്യേകിച്ച് നിലവിലെ ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ദേശീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ആഗോള മത്സരശേഷി നിലനിർത്തുന്നതിനുമായി ഊർജ്ജ ആധിപത്യത്തിന് ഊന്നൽ നൽകുന്നു. തൊഴിലവസരങ്ങളുടെയും വരുമാനത്തിന്റെയും ഒരു പ്രധാന ഉറവിടമാണ് ഈ മേഖല. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പോലുള്ള സമീപകാല നിയമനിർമ്മാണം അടുത്ത 15 വർഷത്തിനുള്ളിൽ ഈ മേഖലയിൽ കുറഞ്ഞത് 30 ഓഫ്ഷോർ ലീസ് വിൽപ്പനകളെങ്കിലും നിർബന്ധമാക്കുന്നുവെന്ന് റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ട്രംപിന്റെ ഈ പദ്ധതികൾക്ക് തടയിട്ടിരിക്കുന്നത് ഒരു തിമിംഗലമാണെന്നതും ആശങ്കയാണ്.